മധ്യവേനൽ അവധിക്ക് ശേഷം GCC രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ തുറക്കുന്നു. സൗദിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ തുറക്കും. പ്രാഥമിക തലം മുതൽ സർവകലാശാലകൾ വരെയുള്ള 56 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നാളെ 2.5 മാസത്തെ അവധിക്ക് ശേഷം കലാലയങ്ങളിലെത്തും. ഇന്ത്യൻ സ്കൂളുകളും നാളെയാണ് തുറക്കുക. 27.5 ലക്ഷം വിദ്യാർത്ഥികളും 28.5 ലക്ഷം വിദ്യാർത്ഥിനികളുമാണ് വിവിധ തലങ്ങളിൽ രാജ്യത്തുള്ളതെന്നാണ് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്ക്. അധ്യാപകരിൽ 2,45,842 പേർ പുരുഷന്മാരും 3,750,000 പേർ സ്ത്രീകളുമാണ്. 2,241 അധ്യാപകരെയും 3,568 അധ്യാപികമാരെയും ഈ വർഷം പുതുതായി നിയമിച്ചിട്ടുണ്ട്. ആൺകുട്ടികൾക്കായി 16,039 സ്കൂളുകളും പെൺകുട്ടികൾക്കായി 18,710 സ്കൂളുകളും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സജ്ജമായി. വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനായി അധ്യാപകരും ജീവനക്കാരും കഴിഞ്ഞ ആഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഓഗസ്റ്റ് 31-ന് അധ്യയന വർഷം ആരംഭിച്ചാൽ സെപ്റ്റംബർ 23-ന് ദേശീയ ദിനാവധിയും 25 മുതൽ 2 ആഴ്ചക്കാലം ബലിപെരുന്നാൾ അവധിയും വിദ്യാർത്ഥികൾക്കും കലാലയ ജോലിക്കാർക്കും ലഭിക്കും. 18 ആഴ്ചത്തെ പഠനത്തിനു ശേഷം 2015 ജനുവരി 4-നാണ് ആദ്യ ടേമിന്റെ പരീക്ഷ. പരീക്ഷ കഴിഞ്ഞ് ജനുവരി 15-ന് അടച്ചാൽ 2 ടേമുകൾക്കിടയിൽ 9 ദിവസത്തെ അവധിയും ലഭിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതോടെ നിരത്തുകളിൽ തിരക്കനുഭവപ്പെടുമെന്നതിനാൽ പ്രധാന നഗരങ്ങളിൽ ഗതാഗത നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനും ട്രാഫിക് വിഭാഗം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ സിലബസിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളും നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഇന്ത്യൻ എംബസിക്ക് കീഴിലെ മുഴുവൻ ഇന്റർനാഷണൽ സ്കൂളുകളും നാളെയാണ് തുറക്കുക. ചില സ്വകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. മീഡിയ 1 റിയാദ്. UAE-യിലും തദ്ദേശീയ സ്കൂളുകൾക്ക് നാളെ പുതിയ അധ്യയന വർഷമാണ്. അതേസമയം ഏപ്രിലിൽ അധ്യയന വർഷം ആരംഭിച്ച ഇന്ത്യൻ സ്കൂളുകൾ വേനൽക്കാല അവധിക്ക് ശേഷം നാളെ തുറക്കും. UAE-യിൽ പുതിയ അധ്യയന വർഷത്തിന് ഞായറാഴ്ച തുടക്കം കുറിക്കുന്നു. രാജ്യത്തെ 7 എമിറേറ്റുകളിലും സർക്കാർ സ്വകാര്യ മേഖലകളിലെ എല്ലാ വിദ്യാലയങ്ങളിലും അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2 മാസത്തെ വേനലവധിക്ക് വിരാമമിട്ടാണ് വിദ്യാലയങ്ങൾ വീണ്ടും സജീവമാകുന്നത്. ഇന്ത്യൻ സ്കൂളുകളിൽ ഏപ്രിലിൽ തന്നെ അധ്യയന വർഷം തുടങ്ങിയതിനാൽ ഇപ്പോൾ വേനലവധി കഴിഞ്ഞ് ക്ലാസ് പുനരാരംഭിക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുവാൻ തദ്ദേശ സ്കൂളുകളിൽ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അധ്യാപകരും ജീവനക്കാരും കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. സർക്കാർ പൊതുമേഖലയിൽ 28,000-ഓളം ജീവനക്കാരാണ് 678 പബ്ലിക് സ്കൂളുകളിലായി ഒരാഴ്ച മുമ്പ് തന്നെ ജോലിക്ക് കയറിയത്. പുസ്തകങ്ങളും മറ്റു പഠന വസ്തുക്കളും സ്കൂളുകളിൽ എത്തിച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം 7 കോടി ദിർഹമാണ് ചെലവഴിച്ചത്. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിനും അറ്റകുറ്റപ്പണിക്കുമായാണ് ഈ തുക വിനിയോഗിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സൗകര്യ വികസന പദ്ധതികൾക്കായി 2.6 കോടി ദിർഹം വേറെയും നീക്കിവച്ചിട്ടുണ്ട്. 10 പുതിയ സ്കൂളുകളാണ് ഈ വർഷം ആരംഭിക്കുന്നത്. 28 സ്കൂളുകൾക്ക് 3.3 കോടി ദിർഹം അനുവദിച്ചതായും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. വിഷൻ 2021 അനുസരിച്ച് UAE-യിലെ എല്ലാ സ്കൂളുകളും ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ഫെഡറൽ സർക്കാരിന്റെ ലക്ഷ്യം. മീഡിയ 1 ദുബായ്. ഒമാനിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലെ സ്കൂളുകൾ വേനലവധിക്ക് ശേഷം നാളെ തുറക്കും. രാജ്യത്തെ വിവിധ ഇന്ത്യൻ സ്കൂളുകൾ ഈ മാസം പകുതിയോടെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഒമാനി സ്കൂളുകളുടെ പുതിയ അധ്യയന വർഷമാണ് നാളെ തുടങ്ങുന്നത്. ഒമാനിലെ 1050-ലേറെ വരുന്ന സർക്കാർ സ്കൂളുകളാണ് നാളെ തുറക്കുക. 5.5 ലക്ഷം ആൺകുട്ടികളും 2.5 ലക്ഷത്തിലേറെ പെൺകുട്ടികളുമാണ് നാളെ വിദ്യാലയത്തിലെത്തുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം 18 സ്കൂളുകൾ ഒമാനിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒമാനിലെ 19 ഇന്ത്യൻ സ്കൂളുകൾ ആഗസ്റ്റ് 2-ാം വാരം മുതൽ അധ്യയനം ആരംഭിച്ചിരുന്നു. എന്നാൽ മുഴുവൻ വിദ്യാർത്ഥികളും അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നെത്താൻ അടുത്ത ആഴ്ച കൂടി കഴിയണം. നാട്ടിൽ തിരുവോണം കൂടിയാണ് മലയാളി കുടുംബങ്ങൾ പൂർണ്ണമായും മടങ്ങിയെത്തുന്നത്. എന്നാൽ മുതിർന്ന ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ക്ലാസ് ആരംഭിക്കുന്നതിനാൽ അവരുടെ രക്ഷിതാക്കൾ അവധിക്കാലം പൂർത്തിയാക്കാതെ നേരത്തെ മടങ്ങേണ്ടി വന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സമയക്രമമാണ് ഇന്ത്യൻ സ്കൂളുകളും പിന്തുടരുന്നത്. എന്നാൽ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ അവധിക്കാലവും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്കൂളുകളുടെ സമയക്രമവും പാലിക്കാത്തത് രക്ഷിതാക്കളെ വലക്കുകയാണ്. മീഡിയ 1 മസ്കത്ത്. മറ്റു വാർത്തകളിലേക്ക്. ദുബൈയിൽ മറീന മാളിൽ നിന്ന് അൽ ഗുബൈബ സ്റ്റേഷനിലേക്കും തിരിച്ചും സെപ്റ്റംബർ 1 മുതൽ പുതിയ ഫെറി സർവീസ് ആരംഭിക്കുമെന്ന് RTA അറിയിച്ചു. കുടുംബങ്ങൾക്കും മറ്റും വിനോദത്തിന് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സർവീസ് തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 6:30 മണിക്കുമായിരിക്കും സർവീസ്. ജുമൈറ ബീച്ച്, ബീച്ച് റെസിഡൻസ്, ദുബായ് മറീന ക്രീക്ക് തുടങ്ങിയ ഭാഗങ്ങളിലൂടെ ഫെറി സർവീസ് കടന്നുപോകും. 100 പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഫെറിയിലുണ്ട്. മസ്കത്ത് നഗരത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക മേളയായ മസ്കത്ത് ഫെസ്റ്റിവൽ ഇനി 2 വർഷത്തിൽ ഒരിക്കൽ മാത്രം. 2015-ലെ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ 2017-ൽ മാത്രമേ അടുത്ത മേള നടക്കൂ എന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ പറയുന്നു. മേള നിർത്തുകയാണെന്ന അഭ്യൂഹത്തിനിടെയാണ് ഈ വിശദീകരണം. മസ്കത്ത് നഗരത്തിലേക്ക് ദശലക്ഷത്തിലേറെ സന്ദർശകരെ ആകർഷിക്കുന്ന മേളയാണ് മസ്കത്ത് ഫെസ്റ്റിവൽ.
ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ കലാപ്രകടനങ്ങളും ഒമാന്റെ സാംസ്കാരിക പ്രദർശനവുമാണ് മേളയുടെ പ്രധാന ആകർഷണം. എന്നാൽ അടുത്ത വർഷം മുതൽ മേള നിർത്തുകയാണെന്ന് അഭ്യൂഹം പടർന്നിരുന്നു. ഫെസ്റ്റിവൽ നടത്തിപ്പിനെതിരെ മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളിൽ ചിലർ രംഗത്ത് വന്നതാണ് കാരണം. ഈ സാഹചര്യത്തിലാണ് മേള നിർത്തുകയല്ലെന്നും 2 വർഷത്തിലൊരിക്കലാക്കി ചുരുക്കുകയാണെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ വിശദീകരിച്ചത്. മേള വെട്ടിച്ചുരുക്കുന്നത് പ്രവാസികളടക്കം ആസ്വാദകരെ നിരാശരാക്കുകയാണ്. ഒമാനിൽ ഇങ്ങനെ പൊതുവെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ കുറവാണ്, ആഘോഷങ്ങളൊക്കെ കുറവാണ്. ഇത് ആകെ ഉണ്ടാവാറുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് മസ്കറ്റ് ഫെസ്റ്റിവലാണ്. അതിപ്പോൾ വർഷത്തിൽ ഓരോ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ 2017 അതിൽ ഇല്ല എന്നറിയുമ്പോൾ സങ്കടമുണ്ട്. എല്ലാ പ്രവാസി കുടുംബങ്ങൾക്കും അതിൽ വലിയ വിഷമമുള്ള കാര്യം. 2015 മേള ജനുവരിയിൽ വിപുലമായി തന്നെ നടക്കും. നസീം ഗാർഡനും അമിറാത്ത് പാർക്കുമായിരിക്കും പ്രധാന വേദികൾ. ഇതിനു പുറമെ നഗരത്തിലെ പല ഭാഗങ്ങളിൽ നിറപ്പകിട്ടാർന്ന പരിപാടികൾ സംഘടിപ്പിക്കാനും മുനിസിപ്പാലിറ്റി ആലോചിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത മേളയ്ക്ക് 2017 വരെ കാത്തിരിക്കേണ്ടി വരും. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ചരിത്ര കുതുകികൾക്കുള്ള ഷാർജയുടെ പുതിയ സമ്മാനമാണ് ചരിത്രഗ്രാമം. ഷാർജയുടെ ചരിത്രം പറയുന്ന പഴയ അങ്ങാടിയുടെയും നാൽക്കവലയുടെയും മറ്റും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എഴുതപ്പെട്ട ചരിത്രത്തെ പുനർനിർമ്മിച്ച് അത്ഭുതമാവുകയാണ് ഷാർജ. ഷാർജയുടെ ഹൃദയാങ്കണം എന്ന പേരിലാണ് ചരിത്രത്തെ അതേ മോഡിയിൽ വാർത്തെടുക്കുന്നത്. ഷാർജ നിക്ഷേപ വികസന അതോറിറ്റി നേതൃത്വം നൽകുന്ന പദ്ധതി 35,000 ചതുരശ്രടിയിലാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്തെ അൽഹിസൻ കോട്ടയ്ക്ക് സമീപമുള്ള 3 ബഹുനില കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ചരിത്രത്തിൽ ഇടം പിടിച്ച 1950-ലെ അൽഹിസൻ കോട്ടയും പരിസരവുമാണ് പുനഃസൃഷ്ടിക്കുന്നത്. ഷാർജയുടെ പുരാതന അങ്ങാടിയും നാൽക്കവലയുമായിരുന്ന സൂഖ് അൽ ഷിനായുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പരമ്പരാഗത 5 നക്ഷത്ര ഹോട്ടലുകളുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. അൽബൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവ 100 മില്യൺ ചെലവിലാണ് നിർമ്മിക്കുന്നത്. ഷാർജയിലെ അൽമാരിജ ഭാഗത്തു നിന്നും തുടങ്ങി അജ്മാൻ അതിർത്തി വരെ നീളുന്നതാണ് ഷാർജയുടെ ചരിത്രഗ്രാമം. ഷാർജയുടെ പൗരാണിക കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന 17 മ്യൂസിയങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബഷീർ മാറഞ്ചേരി, മീഡിയ 1, ഷാർജ. അത്തം പിറന്നതോടെ ഗൾഫ് നാടുകളിലും ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. മലയാളികളോടൊപ്പം നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ മറുനാട്ടുകാരും ഓണാഘോഷത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് പ്രവാസ ലോകത്തെ ഓണവിശേഷം. മലയാളിയുടെ ഉത്സവമായ ഓണം ഖത്തറിലെ ബാച്ചിലർ റൂമുകളിൽ വിവിധ രാജ്യക്കാരായ തൊഴിലാളികളുടെ കൂട്ടായ ആഘോഷമായി മാറുകയാണ്. അത്തപ്പൂക്കളം തീർത്തും സദ്യ ഉണ്ടും നാടൻ പാട്ടുകൾ പാടിയും ഇവർ ഓണാഘോഷത്തിന്റെ ഭാഗമായി മാറുന്നു. ദോഹയിൽ മലയാളികൾക്കൊപ്പം താമസിക്കുന്ന നേപ്പാൾ, ശ്രീലങ്കൻ സ്വദേശികളാണ് കേരളത്തനിമയോടെ ഓണം ആഘോഷിക്കുന്നത്. I'm very happy to participate with all the Malayalis. I wish all the Malayalis for very happy Onam. ஓணம்ன்றது முதல் வாட்டி இப்போ கண்டாருந்து बहुत अच्छा सोचते हैं, बहुत अच्छा लगा हम लोग को. ये फर्स्ट बार हम लोग इसमें वो किया. മാവേലിയെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിലും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കുന്ന ഓണാഘോഷത്തെ ഇവർ പൂർണ്ണതയോടെ തന്നെയാണ് വരവേൽക്കുന്നത്. ലേബർ ക്യാമ്പുകളുടെയും ബാച്ചിലർ താമസ കേന്ദ്രങ്ങളുടെയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ ഓണാഘോഷത്തെ പൊലിപ്പിക്കാൻ മലയാളി പ്രവാസികളും ഒരുങ്ങിക്കഴിഞ്ഞു. അത്തം പിറന്നതോടെ പ്രവാസി മലയാളികൾക്കൊപ്പം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ മറുനാടൻ സുഹൃത്തുക്കളും. ദോഹയിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ദിബ്ബ കൈരളി കൾച്ചറൽ അസോസിയേഷൻ പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച നടക്കുന്ന പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ ഫുജേറയിലെ ടീമുകൾക്ക് അവസരമുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. അൽമനാമ ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ച് നടത്തുന്ന പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അസോസിയേഷനുമായി ബന്ധപ്പെടണമെന്നും സംഘാടകർ അറിയിച്ചു. Brought to you by Dubai Gold and Diamonds. Dubai Gold and Diamonds ini Valanjeri. Dubai Gold and Diamond Valanjeri. മസ്കത്ത് സുന്നി സെന്ററിന് കീഴിലെ ഹജ്ജ് പഠന ക്ലാസ് തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്ത്യൻ സ്കൂൾ ഓഫ് ഖുറാൻ സ്റ്റഡീസിൽ രാത്രി 8-നാണ് ക്ലാസ്. മുഹമ്മദ് അലി ഫൈസി ക്ലാസ് നയിക്കും. ഏകദിന ഹജ്ജ് ക്യാമ്പ് അടുത്ത മാസം 13-ന് നടക്കുമെന്ന് കൺവീനർ റഷീദ് ഹാജി അറിയിച്ചു. ഹജ്ജ് സംഘം 18-ന് യാത്ര തിരിക്കും. അയനം ഓപ്പൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പ്രവർത്തകൻ ഒഡേസ സത്യൻ അനുസ്മരണവും ഡോക്യുമെന്ററി പ്രദർശനവും സംഘടിപ്പിച്ചു. അബ്ബാസിയയിലെ സക്സസ് ലൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അയനം ജനറൽ കൺവീനർ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു.
എഴുത്തുകാരനായ കണ്ണൻ കാവുങ്കൽ, കൈപ്പട്ടൂർ തങ്കച്ചൻ, ധിലിൻ നാരായണൻ എന്നിവർ സംസാരിച്ചു. ഒഡൈസയ്ക്ക് വേണ്ടി സത്യൻ നിർമ്മിച്ച കവി അയ്യപ്പനെക്കുറിച്ചുള്ള ഇത്രയും യാത്രാഭാഗം എന്ന ഡോക്യുമെന്ററിയും സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ അക്ബർ ഹോളിഡേയ്സ് എന്ന പേരിൽ പുതിയ സ്ഥാപനം ഖത്തറിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഖത്തറിൽ മൈദറിൽ ആരംഭിക്കുന്ന അക്ബർ ഹോളിഡേയ്സിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 9 നടക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫാമിലി ടൂർ, ഹോട്ടൽ ആൻഡ് റിസോർട്ട് ബുക്കിംഗ്, മെഡിക്കൽ ടൂർസ്, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങി വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ മുഴുവൻ സേവനങ്ങളും സമഗ്രമായി നൽകാൻ കഴിയുന്ന രീതിയിലാണ് അക്ബർ ഹോളിഡേയ്സിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതെന്നും അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രവാസികളെ ചൂഷണം ചെയ്ത് വിമാന കമ്പനികൾ നടത്തുന്ന പകൽ കൊള്ള തുടരുന്നു. ഗൾഫിലെ വേനലവധിക്ക് നാട്ടിലെത്തിയവരും ഓണത്തിന് നാട്ടിലേക്ക് പോകുന്നവരുമായ ആയിരക്കണക്കിന് പ്രവാസികളാണ് ഈ ചൂഷണത്തിന് ഇരയാവുന്നത്. വിവിധ സീസണുകൾ മുതലെടുത്ത് വിമാന കമ്പനികൾ പ്രവാസികളെ ചൂഷണം ചെയ്യുന്നത് പതിവാണ്. ഇതിന്റെ തുടർച്ചയെന്ന നിലക്കാണ് ഇപ്പോഴത്തെ ഗൾഫ് കേരള സെക്ടറുകളിൽ വിമാന ടിക്കറ്റ് വില ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതും കേരളത്തിലെ ഓണാഘോഷവും വിമാന കമ്പനികൾ ചൂഷണത്തിനുള്ള അവസരമാക്കിയിരിക്കുകയാണ്. ഇതോടെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മറുനാടൻ മലയാളിക്കും ഇതൊരു ഭീഷണിയാവുകയാണ്. ഒരു ഭാഗത്തേക്കുള്ള യാത്രക്ക് മാത്രം 30,000-ലധികം ഇന്ത്യൻ രൂപയാണ് യാത്രക്കാരൻ നൽകേണ്ടി വരുന്നത്. 3 ഇരട്ടിയിലധികം വില ടിക്കറ്റുകൾക്ക് ഈടാക്കുന്ന ഈ കൊള്ളയിൽ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യക്കും കാര്യമായ പങ്കാണുള്ളത്. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഫെയർ കൊടുക്കേണ്ടി വരും. 1 വേക്ക് തന്നെ. ഇപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ സഹായിക്കാൻ നിൽക്കുന്ന ആൾ ഇന്ന് വരുന്നുണ്ട്. ഇന്ന് വരുന്ന അവരുടെ ടിക്കറ്റാണിത്. അപ്പോൾ മാംഗ്ലൂർ ടു ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് നമ്മളെടുത്ത ടിക്കറ്റിന് 1 വേക്ക് 31,743 ഇന്ത്യൻ റുപ്പീസാണ്. പൊതുവേ ഗൾഫ് സെക്ടറിന് അവർ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സെക്ടറിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ UK US പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഫെയർ നോക്കിയാൽ പിന്നെ ഒരു കിലോമീറ്ററും കൂടി നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം, എത്ര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ 3000-ലധികം അല്ലെങ്കിൽ 3000-നോടടുത്ത് വരുന്ന കിലോമീറ്റർ ദൂരമുള്ള ഈ പ്രവാസികളെ ഈ ഗൾഫ് സെക്ടറിൽ ആണ് ഈ പിഴിച്ചിൽ കൂടുതൽ നടക്കുന്നത്. ഇതിനു പുറമെ സീസണുകളിൽ ടിക്കറ്റുകൾക്ക് കൃത്രിമക്ഷാമമുണ്ടാക്കി പ്രവാസികളെ പിഴിയുന്നതും പതിവാണ്. പ്രവാസികാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും പ്രവാസി യാത്രാ വിഷയത്തിൽ തുടരുന്ന കുറ്റകരമായ മൗനം അവസാനിപ്പിക്കണമെന്ന് വിവിധ തുറകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ബജറ്റ് എയർവേസ് എന്ന പേരിനോടെങ്കിലും കമ്പനികൾ നീതി പുലർത്തിയിരുന്നെങ്കിലെന്ന് ഓരോ പ്രവാസിയും കൊതിക്കുകയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. സ്കൂൾ വെക്കേഷൻ ആഘോഷ സീസണുകളിൽ വിമാന കമ്പനികൾ മലയാളികളെ കൊള്ള ചെയ്യുന്നത് തുടരുകയാണ്. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ PT താജുദ്ദീൻ, ദുബായിൽ നിന്ന് KV ഷംസുദ്ദീൻ എന്നിവർ ചേരുന്നു. KV ഷംസുദ്ദീൻ, വിമാന കമ്പനികളുടെ കൊള്ള സംബന്ധിച്ച് എല്ലാ സീസണുകളിലും സ്ഥിരമായി പരാതിയുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? പ്രവാസികൾ കൂടുതൽ യാത്ര ചെയ്യുന്ന സാഹചര്യമാണ് ഈ വെക്കേഷൻ സീസൺ. ഈ വെക്കേഷൻ സീസണിൽ ആളുകൾ 6 മാസം മുമ്പ് പോലും ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ പലർക്കും 6 മാസം മുമ്പ് അത്രയും പണം ബ്ലോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ ഒത്തിരി പൈസ മുൻകൂട്ടി ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം. പലരും കടം വാങ്ങിച്ചോട്ടൊക്കെ ആയിരിക്കും നാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും വളരെയധികം ആളുകൾ ഈ സന്ദർഭത്തിൽ ആ തിരിച്ചു പോരുന്ന സമയത്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ആണ് സാധാരണഗതിയിൽ ഈ സെക്ടറിലെ ഫെയർ ആദ്യം നിശ്ചയിക്കുന്നത്. അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ബഡ്ജറ്റ് എയർലൈനുകളും മറ്റുള്ള എയർലൈനുകളും ഇവരെ ഫോളോ ചെയ്യും. ഈ 2 ബഡ്ജറ്റ് എയർലൈനുകളാണ് നമ്മുടെ മുമ്പിൽ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റൊന്ന് എയർ അറേബ്യയും. ഈ 2 എയർലൈനുകളും ആരംഭിക്കുന്ന സമയത്ത് മോഹന വാഗ്ദാനങ്ങൾ അവരുടെ പ്രസ് കോൺഫറൻസിൽ കൂടെ പ്രവാസികൾക്ക് നൽകി